ഇന്നത്തെ കാലത്ത് പലരും പറയാറുണ്ട് എനിക്ക് ഡിപ്രഷനാണെന്ന് കാഷ്വലി പറയാറുണ്ട്. പക്ഷെ നമ്മളവിടെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത് സ്ട്രെസ്സും ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങും ഒക്കെ ആയിരിക്കും. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ശരിക്കും ഡിപ്രഷനുള്ള ആൾക്കാരെ നമ്മൾ തഴയുന്ന രീതിയിലുള്ളൊരു ടോക്കാണ് നമ്മുടെ ഭാഗത്തു നിന്ന് വരിക. അപ്പോൾ എന്താണ് ശരിക്കും ക്ലിനിക്കലി ഡിപ്രഷൻ എന്ന് പറയുന്നത്? പലർക്കും ഡിപ്രഷൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും ഡിപ്രഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ DSM-ൽ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയും. ഇതിൽ മേജറായിട്ടുള്ള ഡിപ്രസീവ് ഡിസോർഡർ ആണെന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 8 സിംറ്റംസ് പറയുന്നുണ്ട്. ഈ 8 സിംറ്റംസിൽ ഏതെങ്കിലും 5 സിംറ്റംസ് 2 വീക്സിൽ കൂടുതൽ അല്ലെങ്കിൽ 2 വീക്കെങ്കിലും പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, നമുക്ക് ഡിപ്രഷൻ ആണെന്ന് പറയാനായിട്ട് പറ്റൂ. അപ്പോൾ ഏതൊക്കെയാണ് ആ സിംറ്റംസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ, നമുക്ക് മിക്ക കാര്യങ്ങളിലുമുള്ള ഇൻട്രസ്റ്റ് പോവും. അനഡോണിയ എന്നതിന് പറയും. ഒന്നും ചെയ്യാനുള്ള ഒരു പ്ലഷറായിട്ടുള്ള കാര്യങ്ങളിലുള്ള എല്ലാ ഇൻട്രസ്റ്റിനും പോവും. രണ്ടാമത്തെ എന്ന് പറയുന്നതാണ് ഒന്നുമില്ലെങ്കിൽ നല്ല ഉറക്കക്കുറവായിരിക്കും, ഇല്ലെങ്കിൽ ഭയങ്കര ഉറക്കമായിരിക്കും. മൂന്നാമത്തെ, നന്നായിട്ട് ക്ഷീണം ഉണ്ടാവും, ഫറ്റീഗ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. നാലാമത്തെ, ഒന്നുമില്ലെങ്കിൽ നന്നായിട്ട് വെയിറ്റ് ലോസ് ചെയ്യും, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടും, ഡയറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് തന്നെ. അഞ്ചാമത്തെ എന്ന് പറയുന്നത് റെഗുലറായിട്ട് സൂയിസൈഡിനെ പറ്റിയോ അല്ലെങ്കിൽ ഡെത്തിനെ പറ്റിയുള്ള തോട്ട്സ് റെഗുലറായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആറാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഒരു വിലയില്ല, ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു വെർത്തില്ലാത്തൊരു തോട്ട് റെഗുലറായിട്ട് ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഏഴാമത്തെ, പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള സാഡ്നെസ്സും അല്ലെങ്കിൽ ഭയങ്കര ലോ ആയിട്ടുള്ള മൂഡായിരിക്കും. എട്ടാമത്തെ എന്ന് പറയുന്നത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും ഡിസിഷൻസ് എടുക്കാൻ അതുപോലെ പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഈ പറയുന്ന 8 സിംറ്റംസിൽ ഏതെങ്കിലും 5 സിംറ്റംസ് 2 വീക്കിൽ കുറയാതെ നിലനിൽക്കുമ്പോൾ മാത്രമാണ് ഡിപ്രഷൻ നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും വെറുതെ നിങ്ങളുടെ ഓവർ തിങ്കിങ്ങും ആങ്സൈറ്റിനും സ്ട്രെസ്സിനെയും ഒക്കെ നിങ്ങൾ ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞത്. സോ ഇനി അങ്ങനെ ചുമ്മാ വെറുതെ ഡിപ്രഷൻ ആണെന്ന് തള്ളി അടിക്കരുത്. അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു തെറ്റല്ല, പക്ഷെ അതിനൊരിക്കലും ഒരു അലങ്കാരമാക്കിക്കൊണ്ട് നടക്കരുത്. ഡിപ്രഷൻ, ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ പ്രൊഫഷണലിൽ ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടുന്ന ഒരു അസുഖമാണ്. എനിക്ക് ഡിപ്രഷൻ ആണെന്ന് പറയുമ്പോൾ ഇപ്പോൾ പലർക്കും ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു ഫീലാണ്. അങ്ങനെയല്ല, അത് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടുന്ന ആൾക്കാരാണ്. സോ അതാണ് ശരിക്കും ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ.